നാളെ മാറ്റാൻ ഇന്നൊരു തീരുമാനം മതി. ആദ്യപടി ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക്. ചിത്തിര വിമൻസ് അക്കാഡമി. Your first step to a successful career starts here. ചിത്തിര വിമൻസ് അക്കാദമി, SMB ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി. കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ ജനസമ്പർക്ക യാത്ര സമാപിച്ചു. കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത്, നഗരസഭ കോൺഗ്രസ് കക്ഷി നേതാവ് പി ജയരാജൻ എന്നിവർ നയിച്ച ജനസമ്പർക്ക യാത്ര സമാപിച്ചു. മീന സെന്ററിൽ നടന്ന സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി KA തുളസി ഉദ്ഘാടനം ചെയ്തു. നഗരസഭകളാണെങ്കിലും കോർപ്പറേഷനുകളാണെങ്കിലും പഞ്ചായത്തുകളാണെങ്കിലും LDF നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതികളാണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ ആളുകളുടെ മുഖം നോക്കി, രാഷ്ട്രീയം നോക്കി, കൊടിയുടെ നിറം മാത്രം നോക്കി നീതി കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക്, ജനാധിപത്യ വിരുദ്ധതയിലേക്ക് അത്തരം ഭരണസമിതികളൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ജനപക്ഷത്താണ് എന്ന് പറഞ്ഞ് വലിയ ഘോഷഘോഷത്തോടെ പ്രസംഗം നടത്തി അധികാരത്തിലേറിയ ഇടതുമുന്നണി സർക്കാർ തന്നെ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് നീതി കൊടുക്കാത്ത നോക്കുകുത്തി സർക്കാരായി മാറിയ ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പാലം നഗരസഭയിൽ നിന്നും ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള നീതിയും ജനാധിപത്യവും ലഭിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ ജയരാജ് സൂചിപ്പിച്ചതുപോലെ ഈ വാഹന പര്യടന ജാഥ കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയം നോക്കാതെ, കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ കടന്നു വരാനുള്ള ഒരു സാഹചര്യം അങ്ങനെയാണ് ഉണ്ടായത്. TP സജീവ് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NK ജയരാജൻ, P സ്വാമിനാഥൻ, ജോസ് തോമസ്, P ഗിരീശൻ, മായ, M ഗോപൻ, ആതിര നാരായണൻ, M ഉണ്ണികൃഷ്ണൻ, EK പ്രവീൺ, EP പ്രസാദ്, ജാഥ ക്യാപ്റ്റന്മാരായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത്, P ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി വളരെ മാതൃകാപരമായ രീതിയിലുള്ള സമരങ്ങളും നിവേദനങ്ങളും ഈ നാട്ടിലെ MLAക്കും അതുപോലെ തന്നെ നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഒക്കെ ഒട്ടനവധി തവണ നൽകിയിട്ടും യാതൊരു തരത്തിലുമുള്ള ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഒറ്റപ്പാലം നഗരസഭ ഭരണസമിതിക്കോ ഒറ്റപ്പാലം MLAക്കോ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഒരു നഗരസഭാ ഭരണസമിതി അതുപോലെ തന്നെ ഒറ്റപ്പാലത്തിൻ്റെ MLA, സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ, ഇതെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുമ്പോൾ ഒറ്റപ്പാലം പോലുള്ള പേരും പ്രസക്തിയും ഏറെയുള്ള ഈ നാടിന് എന്തടിസ്ഥാനത്തിലാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിൽ വികസന മുരടിപ്പിലേക്ക് തള്ളിവിടുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്നതാണ് വാസ്തവം.